പുനലൂരിലെ മൃഗാശുപത്രിയിൽ രാത്രികാലങ്ങളിലെ ഡോക്ടർമാരുടെ സേവനം മുടങ്ങിയിട്ട് നാളുകളേറെയായി. യഥാർത്ഥത്തിൽ പുനലൂരിൽ മന്ത്രി ശ്രീ കെ രാജു അദ്ദേഹം ഈ വകുപ്പിന്റെ ചുമതല ഉണ്ടായിരുന്നപ്പോൾ കൊട്ടിഘോഷിച്ച് വലിയ ഉദ്ഘാടനമൊക്കെ നടത്തി പുനലൂരിൽ മൃഗാശുപത്രിയിൽ രാത്രികാലങ്ങളിൽ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകുന്നതിന് വേണ്ടി പ്രവർത്തനം ആരംഭിക്കുകയും അത് വലിയ ചടങ്ങായി നടത്തുകയും കുറച്ചു കാലമൊക്കെ അതിന്റെ സേവനമൊക്കെ ലഭ്യമായിരുന്നു. എന്നാൽ ഇപ്പോൾ ദിവസങ്ങളായി അവിടെ ഡോക്ടറിന്റെ സേവനം ലഭ്യമാകുന്നില്ല. പകരം ആളുകളെ നിയമിക്കുന്നതിന് ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകുന്നില്ല. രാത്രികാലങ്ങളിൽ വളർത്തുമൃഗങ്ങൾക്ക് രോഗം ബാധിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ പോകുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഇവിടെ നമ്മുടെ മൃഗാശുപത്രിയിൽ ലഭ്യമാകുന്നില്ല. അടിയന്തരമായി അവിടെ ഡോക്ടർമാരെ ലഭ്യമാവുകയും അവിടെ ആവശ്യത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി നൽകുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പല അവസരങ്ങളിൽ നേരിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരിക്കൽ കൂടി ഞങ്ങൾ അത് ആവശ്യപ്പെടുകയാണ്. രാത്രികാലങ്ങളിലെ ഡോക്ടർമാരുടെ സേവനം മൃഗാശുപത്രിയിൽ ലഭ്യമാക്കുന്നതിന് വേണ്ട അടിയന്തര നടപടികൾ ഉണ്ടാകണം. ഇപ്പോൾ അവിടെ ഒരു പോസ്റ്ററൊക്കെ എഴുതി ഒട്ടിച്ചിട്ടുണ്ട്, ഡോക്ടറുടെ സേവനം ലഭ്യമല്ല എന്ന്. അത് മാറ്റി ഡോക്ടറെ ലഭ്യമാക്കുന്നതിന് ആവശ്യമായ അടിയന്തര നടപടികൾ ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുക. പുനലൂർ പട്ടണത്തിൽ പ്രവർത്തിക്കുന്ന മൃഗാശുപത്രിയിലാണ് രാത്രിയിൽ ലഭ്യമായിരുന്ന ചികിത്സാ സൗകര്യം നിലച്ചത്. ഇതിനായി പ്രത്യേകം നിയോഗിച്ചിരുന്ന ഡോക്ടറുടെ സേവന കാലാവധി അവസാനിച്ചതാണ് രാത്രികാല ചികിത്സാ സൗകര്യം നിലയ്ക്കാൻ കാരണം. ഈ മാസം 16-ാം തീയതി മുതൽ ആശുപത്രിയിൽ രാത്രിയിൽ ഡോക്ടറുടെ സേവനം ലഭിക്കുന്നില്ല. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ആശുപത്രി പരിസരത്ത് മൃഗാശുപത്രി അധികൃതർ നോട്ടീസും പതിച്ചിട്ടുണ്ട്. വളർത്തുമൃഗങ്ങൾക്ക് രാത്രി അടിയന്തര ചികിത്സ ലഭ്യമാക്കാൻ ആളുകൾ സ്വകാര്യ ഡോക്ടർമാരെയോ സ്വകാര്യ ആശുപത്രികളെയോ തേടി നെട്ടോട്ടമോടേണ്ട സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. 2020-ൽ മുൻ പുനലൂർ MLA അഡ്വക്കേറ്റ് കെ രാജു മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയായിരിക്കെയാണ് പുനലൂരിലെ മൃഗാശുപത്രിയിൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചതും രാത്രി സേവനം ഏർപ്പെടുത്തിയതും. അന്നു മുതൽ കരാർ വ്യവസ്ഥയിൽ രാത്രിയിലേക്ക് ഡോക്ടർമാരെ നിയമിച്ചു വരികയാണ്. 3 മാസത്തേക്കാണ് നിയമനം. ഇവിടെ സേവനമനുഷ്ഠിച്ചിരുന്ന ഡോക്ടറുടെ കാലാവധി ഈ മാസം 16-ാം തീയതി അവസാനിച്ചെങ്കിലും പുതിയ ഡോക്ടറെ ഇതുവരെയും ലഭ്യമാക്കിയിട്ടില്ല. മൃഗസംരക്ഷണ വകുപ്പിന്റെ ജില്ലാ ഓഫീസിൽ ഡോക്ടർ നിയമനത്തിനായി 2 ആഴ്ച മുൻപ് അഭിമുഖം നടത്തിയിരുന്നു. എന്നാൽ പുനലൂരിലേക്ക് ആരും എത്തിയില്ല. ഡോക്ടറെ ലഭ്യമാക്കാൻ വകുപ്പ് തലത്തിലുള്ള ശ്രമം നടത്തിവരികയാണെന്നാണ് അധികൃതർ പറയുന്നത്. പകൽ സമയം വൈകിട്ട് 6 മണി വരെ ഇവിടെ സേവനം ലഭിക്കാറുണ്ട്. തിരക്കുള്ള ദിവസങ്ങളിൽ 85 പേർ വരെയാണ് വളർത്തുമൃഗങ്ങളുടെ ചികിത്സയ്ക്കായി ഇവിടെ എത്തുന്നത്. ഒരു സീനിയർ വെറ്ററിനറി സർജന്റെയും 2 സർജന്മാരുടെയും 2 ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരുടെയും 2 അറ്റൻഡർമാരുടെയും സേവനമാണ് ഇവിടെ ലഭിക്കുന്നത്. ഇതിന് പുറമെയാണ് രാത്രിയിലേക്ക് പ്രത്യേകം ഡോക്ടറെ നിയമിച്ചിരുന്നത്. ഈ ഡോക്ടർ ആശുപത്രിയിൽ തന്നെ താമസിച്ചാണ് സേവനം നൽകുന്നത്. രാത്രിയിൽ ഇപ്പോഴും നിരവധി പേർ വളർത്തുമൃഗങ്ങളുമായി ചികിത്സ തേടിയെത്താറുണ്ട്. ഇവരോട് മറ്റേതെങ്കിലും ഡോക്ടർമാരെ സമീപിക്കാൻ നിർദ്ദേശിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇത്തരത്തിൽ ഡോക്ടർമാരെ അന്വേഷിച്ച് അലയേണ്ടി വരുന്ന ആളുകൾ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. നഗരസഭാ പരിധിയിലാണ് ആശുപത്രി പ്രവർത്തിക്കുന്നതെങ്കിലും പുനലൂർ, പത്തനാപുരം താലൂക്കുകളുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വളർത്തുമൃഗങ്ങളുമായി ആളുകൾ ചികിത്സയ്ക്കായി എത്താറുണ്ട്. രാത്രി സേവനം മുടങ്ങിയത് ഈ 2 താലൂക്കുകളിലെയും ആളുകളെ ഏറെ ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട്. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.